കാലാനുസൃതമായിട്ട് അമേരിക്ക മാത്രമല്ല കാനഡ നോക്കുക, എത്രയോ ഇന്ത്യൻ വിദ്യാർത്ഥികളെ വിസ നിരസിച്ചു കഴിഞ്ഞു. ഇവർ ലണ്ടൻ നോക്കുക, അവർ എത്രയൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു. ഇപ്പൊ അമേരിക്ക മാത്രമാണ് മാറ്റുന്നത്, ലണ്ടൻ നിരസിച്ചു, അത് മോഡിയാരുടെ കുറ്റം കൊണ്ടാകും. കാനഡ നിരസിക്കുന്നു, ഓസ്ട്രേലിയ നിരസിക്കുന്നു, ജർമ്മനി നിരസിക്കുന്നു, എത്ര പേര് കയറ്റിവിടുന്നു. അപ്പൊ ഇത് ഒരിക്കലും പോലെ എല്ലാ രാജ്യങ്ങളും അവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ആ സമയത്ത് ആ പറഞ്ഞ ട്രംപിന് മോഡി വാക്കുകൂടെ സമയത്ത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇവിടെ കുട്ടികൾക്ക് ജോലിയില്ല, അമേരിക്കയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല എന്നും ഒരുപാട് റെവലേഷൻസ് ഉണ്ട്. ഇതിനെപ്പറ്റി വന്നു HMD1 ബന്ധപ്പെട്ട് ഒരുപാട് ഇഷ്യൂസ് പുറത്തു വന്നിരിക്കുകയാണ്. സ്കാം എന്നൊരു കൂട്ടർ പറയുന്നു. കാലം മാറി, അന്ധകാലമല്ല ഇന്തകാലം, ഇറ്റ്സ് ചേഞ്ച്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇന്ത്യക്കെതിരെ ഡയറക്റ്റ് അറ്റാക്ക് ഒന്നുമല്ല, ഇത് വെരി ക്ലിയർ മെസ്സേജ് ലോകം പറയുകയാണ്. ഇന്ത്യയോടല്ല, ലോകത്തോട് മുഴുവൻ പറയുകയാണ് ഈ പറയുന്നത്. അതായത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനും വരുന്നു, അല്ലെങ്കിൽ ബാക്ക് ഡോറിൽ കൂടെ ഇനി വന്നു കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഒരു രാജ്യത്തും കിട്ടുമില്ല എന്ന് ലോകം വിളിച്ചു പറയും. ഇവൻ ഇന്ത്യ വിളിച്ചു പറയുകയാണ്. കാരണം ഇന്ത്യ പോലും സ്റ്റുഡന്റ് വിസ ഒരുപക്ഷെ നിർത്തലാക്കാം. ഇല്ല, അത് അത്ര മാത്രമേ ഒരു പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെടുന്ന ആവശ്യമില്ല സാറേ. ഇറ്റ്സ് അവർ ഡൊമസ്റ്റിക് സപ്ലൈ ആൻഡ് ഡിമാൻഡ് മാത്രം എന്റെ അഭിപ്രായത്തില്. ഞാൻ ഇതുമായിട്ട് എന്തുവാണ് ഷെറിയുടെ ഞാൻ ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഷെറിക്ക് എന്താ പറയുക? കാരണം എന്നേക്കാളും വിഭിന്ന അഭിപ്രായമാണ് മിഥുൻ പറഞ്ഞ. കാരണം ഇത് അമേരിക്കയ്ക്ക് ആവശ്യമാണ്. ഇത് മോദി ട്രംപ് ബന്ധത്തിലുണ്ടായ പ്രശ്നമല്ല. പക്ഷേ പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ ഡിമാൻഡ് ഈ പ്രശ്നം സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യണമെന്ന്. കാരണം പല ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ പത്രങ്ങളിലൊക്കെ മോദി ഇത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഷെറിയുടെ ഒരു അഭിപ്രായം? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളിത് ഈ H1B വിസ സ്റ്റാർട്ട് ചെയ്ത് 1990s 1990 നമ്മുടെ മാർക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു. മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത്, അതിന് ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പം അവിടെ നിന്നാണ് ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. 65,000 അത്രയാണ് ശരിക്ക് അതൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു. പ്ലസ് 20,000 എഡ്യൂക്കേറ്റഡ് US വന്ന് എഡ്യൂക്കേറ്റ് ചെയ്ത ആൾക്കാർക്ക്. സോ ഇതിന് സത്യത്തിൽ ഇത് നമ്മളിത് മനസ്സിലാക്കണം. കാരണം ഇപ്പൊ 100,000 ആണ് ഇതിന്റെ ഒരു ഫീ കിട്ടി. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഇതെല്ലാം ഭക്ഷണം ഉണ്ടായത്. ഓക്കെ, അപ്പം US ഒരിക്കലും ഇമിഗ്രേഷനെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു രാജ്യമല്ല. കാരണം US ഒരു ഇമിഗ്രന്റ് കൺട്രിയാണ് ശരിക്കും. ഓക്കെ, അപ്പം ഇത് ആദ്യം നമുക്ക് മനസ്സിലാകും. ഈ H1B വിസ 2000 മുതൽ 2000 to $5,000 ആയിരുന്നു ശരിക്ക്. പിന്നെ ഒരു ഈ പ്രത്യേകിച്ച് അച്ചായം പറഞ്ഞ ഒരു പോയിന്റ്, അർബൻ ക്ലാസ് നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡ്രീമാണ് ശരിക്ക് അമേരിക്കൻ സ്വപ്നം എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ അതിനാണ് അലികിട്ടിരിക്കുന്നത്.